വിശദമായ വാർത്തകളിലേക്ക്. അഭിഭാഷകർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി അഭിഭാഷകരുടെ സ്വകാര്യ സ്വത്തല്ലെന്നും ജുഡീഷ്യറിയുടെ അധികാരം അഭിഭാഷകർ എടുത്തണിയേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി. അതിരുവിട്ടാൽ സർക്കാർ ചെയ്യേണ്ടത് ചെയ്യുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. മറ്റ് സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെങ്കിലേ പത്രസ്വാതന്ത്ര്യം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഭിഭാഷകരുടെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഭിഭാഷകർ കോടതികളുടെ അധികാരികളല്ല. ജുഡീഷ്യറിക്കുള്ള അധികാരം അഭിഭാഷകർ എടുത്തണിയേണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അതിരുവിട്ടാൽ നിയമം പാലിക്കാൻ വേണ്ടത് സർക്കാർ ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അഭിഭാഷകർക്കുള്ള താക്കീതായി. കോടതി തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന ധാരണ അഭിഭാഷകർക്ക് ഉണ്ടാവാൻ പാടില്ല. കോടതിയിൽ ആര് കയറണം, ആര് കയറണ്ട എന്നൊക്കെ കൽപ്പിക്കാൻ അഭിഭാഷകൻ അധികാരിയല്ല. കോടതി ഈ രാജ്യത്തിൻ്റെതാണ് എന്ന് ഓർമ്മിക്കണം. ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമ മേഖല കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. മറ്റു സ്വാതന്ത്ര്യങ്ങളില്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിലനിൽപ്പില്ലെന്നും പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KV തോമസ് MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വഞ്ചിയൂർ കോടതിയിലെ ആക്രമണത്തിൽ 10 അഭിഭാഷകർക്കെതിരെ കേസെടുത്തു. സ്ത്രീകളെ അപമാനിച്ചതിനെതിരെയും ഇവർക്കെതിരെ കേസെടുത്തു. മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസിൽ ത്വരിതാന്വേഷണത്തിന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ആനക്കൊമ്പ് വീട്ടിൽ സൂക്ഷിച്ചെന്ന പരാതിയിലാണ് അന്വേഷണം. തിരുവഞ്ചൂരിനെതിരെയും അന്വേഷണത്തിന് ഉത്തരവുണ്ട്. പീപ്പിൾ ഇംപാക്ട്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിൽ വ്യാപക ക്രമക്കേടെന്ന കണ്ടെത്തൽ. വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തു. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1.74 കോടി രൂപയുടെ കൺസൾട്ടൻസി കരാർ സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ വ്യാപകമായ അഴിമതിയുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ സാഹചര്യത്തിലാണ് വിജിലൻസ് FIR ഇട്ട് കേസെടുത്തത്. സർക്കാരിന് ലാഭമുണ്ടാകുന്ന കുറഞ്ഞ ചെലവിൽ 2 കമ്പനികൾ കരാർ നൽകിയെങ്കിലും ഹരിപ്പാട് MLA കൂടിയായ മുൻ ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ടാണ് തന്റെ അടുപ്പക്കാർക്ക് കരാർ നൽകിയതെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇതിലൂടെ കോടികളുടെ നഷ്ടം സർക്കാരിനുണ്ടായി. ഇതേ തുടർന്നാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ മറവിൽ വ്യാപകമായി അഴിമതി നടന്നു എന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കേസന്വേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരിൽ നിന്നും കരാറുകാരിൽ നിന്നും വിജിലൻസ് മൊഴിയെടുത്തു. ഈ മൊഴികളെല്ലാം തന്നെ മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇപ്പോൾ കേസെടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും വിജിലൻസ് ചോദ്യം ചെയ്യും. ആശുപത്രിയുടെ മറവിൽ സ്ഥലം ഏറ്റെടുത്തതിലും നിലവിലുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തി ആലപ്പുഴ മെഡിക്കൽ കോളേജിന് സമീപം തന്നെ സർക്കാർ ചെലവിൽ സ്വകാര്യ ആശുപത്രി പണിതതിന് പിന്നിലും വ്യാപക അഴിമതി നടന്നു എന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ആരോപണമുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം കേസുകൾ കൂടി വിജിലൻസ് അന്വേഷിക്കും. മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ നിയമോപദേശം തേടുകയാണ് വിജിലൻസ് ഇപ്പോൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് നിർമ്മാണം നല്ല ഉദ്ദേശത്തോടെ അല്ലെന്ന് G. സുധാകരൻ. വ്യാപകമായ അഴിമതി നടന്നുവെന്നാണ് തനിക്ക് കിട്ടിയ പരാതിയിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും സുധാകരൻ പറഞ്ഞു. എന്തായാലും മെഡിക്കൽ കോളേജ് സൗദ്ദേശത്തോടെ കൊണ്ടുവന്നല്ലോ, ഇത് നന്നാക്കണം, അതാണ് ദുരുദ്ദേശമായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നു. ഗോവയിൽ ബ്രിക്സ് രാജ്യാന്തര ഉച്ചകോടിക്ക് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. പ്രതിരോധ മേഖലയിൽ പരസ്പര സഹകരണത്തിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചേക്കും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അല്പസമയം മുമ്പ് ഗോവയിലെത്തിയ രാഷ്ട്രത്തലവന്മാർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഇന്ത്യ നൽകിയത്. തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടാൻ ബ്രിക്സ് രാഷ്ട്രങ്ങൾ തീരുമാനമെടുക്കും. സംസ്ഥാനത്ത് ചൈനീസ് മുട്ടകൾ എന്ന പേരിൽ വ്യാജമുട്ടകൾ കണ്ടെത്തിയെന്ന പ്രചരണം തെറ്റെന്ന് പ്രാഥമിക നിഗമനം. വെറ്റിനറി സർവകലാശാലയിലെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ പൗൾട്രി സയൻസിലാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്. പിടിച്ചെടുത്ത മുട്ടകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കും. സോളാർ അഴിമതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ പൊതുതാൽപര്യ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. സരിത ഉമ്മൻചാണ്ടിക്ക് ഉൾപ്പെടെ പണം നൽകിയെന്ന് സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഹർജിയിലെ ആവശ്യം. സമാന കേസിലെ ഹൈക്കോടതി തീരുമാനം അറിയിക്കാനും പ്രത്യേക വിജിലൻസ് കോടതി ഉത്തരവിട്ടു. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 28-ലേക്ക് മാറ്റി.